ഇനി നിങ്ങൾക്ക് ഓറൽ സെക്സ് ഇഷ്ടമല്ല എങ്കിൽ അത് തുറന്നു തന്നെ പറയുക, എനിക്ക് ഈ രീതിയിലുള്ളൊരു ലൈംഗികത ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്ന വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇഷ്ടക്കേട് ഉണ്ടാവുന്നത് എന്ന് പറയുന്നതും നല്ലത് തന്നെയാണ്. ചിലർക്ക് വൃത്തിയുടെ പ്രശ്നമായിരിക്കാം, ചിലർക്ക് ലൈംഗിക അവയവ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു ഗന്ധത്തിന്റെ പ്രശ്നമായിരിക്കാം. പലതരത്തിൽ നമുക്ക് ഇഷ്ടക്കേട് അല്ലെങ്കിൽ അറപ്പൊക്കെ തോന്നാവുന്നതാണ്. ഇത് നിങ്ങൾ തുറന്ന് പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു കാര്യം അവരോട് തുറന്ന് പറയാൻ. അതായത് പ്രസന്റേഷൻ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് ആ ഭാഗം തീരെ വൃത്തിയില്ല, അല്ലെങ്കിൽ ഭയങ്കര നാറ്റമാണ്, മണമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളി, അത് സ്ത്രീ പങ്കാളി ആവട്ടെ പുരുഷ പങ്കാളി ആവട്ടെ, കുറച്ചധികം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തുറന്നടിച്ചതുപോലെ ഈ ഒരു കാര്യം പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവുകയും അതിനനുസരിച്ച് അവർ ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് വാശിയോട് കൂടി അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അവർ പെരുമാറുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ വാശിയൊക്കെ ഉള്ള പങ്കാളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തുറന്ന് പറയുന്ന രീതി ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുക. നിങ്ങൾക്ക് ഇപ്പൊ സ്മെല്ലാണ്, അതല്ലെങ്കിൽ ആ ഭാഗത്ത് രോമങ്ങളൊക്കെ നിൽക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് രോമങ്ങളാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഗത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ പങ്കാളിയുടെയും ശരീരഭാഗത്തിലെ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിന് സഹായിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ ഒരു കാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറപ്പുണ്ടാവുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആ രോമത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്രിമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് മാത്രമല്ല ഇത്തരത്തിൽ പരസ്പരം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള റൊമാൻസ് വർദ്ധിക്കുകയും ലൈംഗികപരമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാവുകയും ചെയ്യും. ഇനി സ്മെല്ലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എങ്കിൽ ലൈംഗിക ബന്ധത്തിന് മുമ്പ്, പ്രത്യേകിച്ച് ഓറൽ സെക്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് കുളിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മെല്ലിന്റെ ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നതാണ്. ഇഷ്ടങ്ങൾ പറയുക, ഇഷ്ടക്കേടുകൾ പറയുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന രീതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ പങ്കാളിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കാര്യം പറയാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല.